രണ്ട് ഫസ്റ്റ് മിക്സിംഗ് ആണല്ലേ? അതെ അതെ. ആദ്യം ഒന്ന് മൊത്തത്തിലൊന്ന് ഇളക്കാണ്. ഓൾറെഡി ആ വെള്ളമൊക്കെ ഒന്ന് ഊറി വന്നിട്ടുണ്ട്. അല്ല, ഇതിന്റെയും ഉണ്ടാക്കുന്ന രീതി വ്യത്യാസം. ഇത് ആദ്യം തന്നെ മട്ടൺ ഇട്ടിട്ടാണ്. ഓരോന്നിനും ഓരോ വ്യത്യാസമുണ്ട്. ഇത് മട്ടൺ അങ്ങനെ പൊടിയത്ത് ഇല്ലല്ലോ. ഇല്ല ഇല്ല. എന്തായാലും അതുപോലെ തന്നെ മുളകും എരിവ് കൂടിയതും കുറഞ്ഞതും ഉണ്ടാവും. അപ്പം നമ്മളിപ്പം പറയും 3/4 കിലോ മുളക് 100 ആൾക്ക് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ ചില പോരാണ്ട് വരും, അല്ലെങ്കിൽ അധികമാവും. ഓരോന്നിനെയും അതിന്റെ എന്താ ഫീച്ചേഴ്സിനെ പറ്റി പെടുത്തിയിരിക്കും. ഓരോന്നിനും ടേസ്റ്റ് മാറുന്നതും വരുന്നതൊക്കെ. അപ്പൊ എന്തായാലും ഇതെല്ലാം അടച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത് കുക്കാവാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ളിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് വരാണ്. ഓരോന്ന് തുറന്ന് അടുത്ത സ്ഥിതിക്ക് അത് ഇട്ടിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇട്ടിട്ട് വരാണ്. അപ്പൊ നമ്മൾ കോഴിക്ക് വേണ്ടിയുള്ള റൈസ് ആണോ? അതെ, കോഴിക്ക് വേണ്ടിയുള്ള റൈസാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതിപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്നത് പിന്നെ കറുപ്പ, ഗ്രാമ്പു, ഏലം വളരെ കുറച്ചായിട്ട് അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. പിന്നെ ഗീ ആണ്. ഗീ എന്ന് പറയുന്നത് നമ്മൾ തനതായത് കറക്റ്റ് പിന്നെ പശുവിൻ നെയ്യ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. മറ്റുള്ള ഓയിൽസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിൽ ഉപ്പിട്ടിട്ടുണ്ട്. വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഒരു അളവുണ്ട്. അരിക്ക് കണക്കായിട്ടുള്ള വെള്ളം. അതിപ്പം അങ്ങനെ ഇത്തരം സാധനങ്ങളാണ് ഇതിൽ ചേർന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ചേർക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. കൂടി ചെയ്യാനുണ്ട്, 2 കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ഇതിപ്പോൾ നമ്മൾ അരി ഇട്ടു, പിന്നെ തിളച്ച് അത് അതിൽ തന്നെ വറ്റിച്ച് പിന്നെ അത് പൊട്ടിച്ച് അങ്ങോട്ടേക്ക് പകർത്തുക. ഓക്കെ, അപ്പോൾ ചിക്കൻ്റെ പരിപാടികൾ ഇങ്ങനെയാണ്. നമ്മുടെ മട്ടൺ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ നേരത്തെ പൊരിച്ച സവാള കൊടുത്തിട്ട് മൂടി വെച്ചാണ്. അപ്പോൾ നമ്മൾ ആ മൂടി കുറച്ചാണ്. ദാവി നന്നായിട്ട് പറഞ്ഞ ആ ഒരു ഉള്ളി ശരിക്കും അങ്ങ് അലിഞ്ഞിട്ടുണ്ടല്ലോ. ശരിക്കും ആ ഉള്ളി ഒന്ന് മെൽട്ടായി അതിന്റെ മണം കൂടുതൽ സ്മെല്ലാണ്. മറ്റുള്ള ചേരുവകളും പിന്നെ സവാളയും ചേർന്നിട്ടുള്ള ഒരു ഫ്ലേവറാണ് ഇപ്പം വന്നിട്ടുള്ളത്. നല്ല സ്മെല്ല്, നല്ല ഫ്ലേവർ. ഇതെല്ലാം ഒന്ന് മൊത്തത്തിലൊന്ന് ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വെള്ളം നല്ല കുറുകി എല്ലാം പാകത്തിന് മാത്രമുള്ള വെള്ളം. ഇനി ഇതിൽ നമ്മൾ ഇതിലേക്ക് ചേർക്കാനോ ഇതൊന്നും എടുക്കാനോ ഇല്ല. കറക്റ്റാണ്, ടാലിയാണ്. ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത് വേണമെങ്കിൽ നാടി എന്ന് പറയുന്ന മസാല ചേരാൻ വരുന്നത്. ഒരു മെയിൻ മസാല ഇനി വന്ന് ചേരാൻ ഇരിക്കുന്നേ ഉള്ളൂ, മൊത്തം ആയിട്ടില്ല. ഇതിൻ്റെ ഒപ്പം നമ്മൾ ഫ്രൈ ആയുള്ള ചിക്കൻ കൊടുക്കുന്നുണ്ടോ അതോ ഇത് മാത്രമേ ഉള്ളൂ? ചിക്കൻ ബിരിയാണിൻ്റെ ചിക്കൻ ഫ്രൈ ഉണ്ട് രണ്ടും. അല്ല, മറ്റേ ചിക്കൻ ഒരു കഷ്ണം പീസും അങ്ങനെയല്ല വേണ്ടത്. എങ്ങനെയാണോ വേണ്ടത്? ബിരിയാണി ഫ്രൈ വേറെ തന്നെയാണ്. അതിന്റെ അപ്പൊ നമ്മുടെ ചിക്കൻ്റെ ഇതായിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മുടെ ഇതെന്തായി മട്ടൺ ആയിക്കൊണ്ടേയിരിക്കുന്നു. ഇനി ഇത് ശരിക്കും വെള്ളം ഊറിയല്ലേ? ഊറി വന്നിട്ടുണ്ട്. എല്ലാ വെള്ളവും ഇങ്ങോട്ട് താഴോട്ട് വന്നിട്ടുണ്ട് ഇറച്ചിക്കകത്തുള്ള. ഇനിയിപ്പോൾ ഇതിനകത്ത് ഇത് വറ്റണമെന്ന് ഒന്നും കൂടി വറ്റുമ്പോൾ എവറേജ് വേവാവും അല്ലേ? എന്തായാലും അവിടെ നമ്മുടെ ചിക്കൻ്റെ അരി ഇട്ടിട്ടുണ്ട്, അതും ആവും. അതായിട്ട് പൊട്ടിച്ച് ഇങ്ങോട്ടിട്ട് വേറൊരു കൂട്ടും കൂടി ചേർത്ത് നമ്മുടെ ചിക്കൻ ബിരിയാണി ആവും. നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാം, കൊടുക്കാൻ പോവാം. അതായത് ഇതിപ്പോൾ നമ്മൾ ഇതിൽ പോരാത്ത ആവശ്യമുള്ള കുറച്ചും കൂടെ ആവശ്യമുണ്ട്, അത് ചേർക്കുന്നത്. കുറച്ച് ഉപ്പ് ആവശ്യമുള്ളിട്ടുണ്ട്. ഇത് ചെറുനാരങ്ങ പിഴിഞ്ഞത്. അടുത്തത് ഇത് ചെറുനാരങ്ങ പിഴിഞ്ഞത്. അതെന്താ ശരിക്കും ഇത് നമ്മുടെ ഇതിൽ ചേർക്കുന്നത്? ഇത് തൈര് ചേർത്താൽ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ സമയം നിൽക്കില്ല, പെട്ടെന്ന് വലിച്ചു പോകും. ഓഹോ, നാരങ്ങ ചേർത്താൽ കുറേ ടൈം എടുക്കും. ഇത് നമ്മൾ മസാലപ്പൊടി നമ്മൾ തന്നെ ഗരം മസാല, കറുപ്പ, ഗ്രാമ്പു, ജാതിക്ക, ജാതിപത്രി, സാജീരകം, നല്ല ജീരകം, പെരുംജീരകം എല്ലാം കൂടി ചേർത്ത് പൊടിച്ചെടുത്ത സാധനം. ഇത് ഓഫ് ചെയ്തിട്ടാണല്ലോ ഇടുന്നത്. ഓഫ് ചെയ്തിട്ട് അതിൻ്റെ വേവായി. ഇനിയിപ്പോൾ കുറച്ച് നമ്മൾ ദമ്മിലും ഒന്ന് വേവാനുണ്ട്. അപ്പം അത്രയും കപ്പാസിറ്റി ഇറച്ചിക്കില്ല. ബ്രോയിലർ ആയത് മസാല. മല്ലിയില ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ചേർത്ത അത്രയൊന്നുമല്ല, അതിൻ്റെ മേലെ ഒരു ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്ലേവർ. ഇത് മല്ലിയും അതുപോലെ തന്നെ ഇതിനകത്ത് കിടക്കുന്ന മസാലയും ഈ സവാളയെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെനിഫിറ്റ് ആയ ഒരു നല്ല ടേസ്റ്റ് ഫ്ലേവർ വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇതെല്ലാം ഈ ഭാഗങ്ങൾ ഈ കാണുന്നതെല്ലാം തുടച്ച് വൃത്തിയാക്കി ഇത് തുടച്ചുകൊണ്ടിരിക്കുകയാണ്.
കുറച്ച് വൃത്തിയാക്കിയിട്ട് റൈസിൽ കയറി പിടിക്കും, റൈസിൽ കയറി കളർ പിടിക്കും. അപ്പോൾ കളർ കുറച്ചും കൂടി കളർ ഡിമ്മാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ചിക്കന്റെ മസാല ആയിട്ടുണ്ട്. ചോറ് ആയി കഴിഞ്ഞ് ചോറും കൂടി പൊട്ടിച്ച് ചിക്കൻ ബിരിയാണി. നമ്മുടെ ഐറ്റം മട്ടൻ ഇവിടെ ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുക, പദം വന്ന എന്തിനോ വേണ്ടി തിളക്കുന്നതല്ല, എനിക്കും ബാക്കിയുള്ളവർക്കും വേണ്ടി തിളക്കുന്ന ചിക്കൻ മട്ടനാണ് മട്ടൻ. അപ്പൊ നമ്മുടെ മട്ടൻ പരുവായിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത നമ്മൾ എന്താ ചെയ്യാം, ഉള്ളി, നമ്മളെ പൊരിച്ചു വെച്ചിരുന്ന ഉള്ളി, വെള്ളുള്ളി, സവോള, വലിയുള്ളി അടച്ചു വയ്ക്കണം. ഒന്ന് കുറച്ച് സമയം അടച്ചു വയ്ക്കണം, അടച്ചു വയ്ക്കാം, വെയിറ്റ് ചെയ്യാം. നമ്മള് ഇതിനകത്തോട്ട് റൈസ് ഇടുകയാണ്. റൈസ് എന്ന് പറയുമ്പോൾ ഇതിപ്പം പിന്നെ റൈസ് നമ്മൾ വേവിച്ചതിന്റെ മേൽഭാഗത്തുള്ള റൈസ് കോരി ഇതിന്റെ ഏറ്റവും അടിയിൽ, കാരണം അതിൽ കുറച്ച് റഫായിട്ടുള്ള റൈസ് ആയിരിക്കും, ഈർപ്പം കുറവായിരിക്കും, ഇതിന്റെ വേവ് ബോയിലിംഗ് കുറവായിരിക്കും കുറച്ച്. അപ്പോൾ അത് ഏറ്റവും അടിയിൽ വന്നാൽ ഈ മസാല ഇതിൽ ആഡായിട്ട് കറക്റ്റ് വേവിലേക്ക് വരും. അടുത്ത ലെയർ കണ്ട് നമ്മുടെ മട്ടൻ ഇതായിട്ടുണ്ടാവും. അപ്പോൾ അതിലും ഇതേപോലെ തന്നെ റൈസ് പൊട്ടിച്ച് ദം വെക്കും. ദം വെക്കണ എല്ലാം സെയിം തന്നെയാണ്, പക്ഷെ അതിന് ഓരോന്നിനും സെപ്പറേറ്റ് റൈസ് ചെയ്യുന്നു. ഇപ്പം ഇതേപോലെ തന്നെ റൈസ് വെച്ചിട്ട് നമ്മൾ മട്ടനും ഗ്രേവി ആയിട്ടുണ്ട്, നമ്മുടെ മട്ടൻ മസാല ആയിട്ടുണ്ട്, ബിരിയാണിയുടെ മസാല ആയിട്ടുണ്ട്. ഇപ്പം അത് അവിടെ ഇരിക്കട്ടെ, കാരണം ഇതേപോലെ തന്നെ അതിന് റൈസ് വെച്ചിട്ട് നമ്മൾ അത് ദം ചെയ്യും. ഇപ്പം ദം ചെയ്യണം, നമുക്ക് ഇവിടെ കാണിച്ചു തരാം. എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, ലെയർ വെച്ചിട്ടുണ്ട്. കിസ്മിസ്, ഉണക്കമുന്തിരി, തൂവി, ഒരു ഗാർണിഷിങ് മാത്രമാണ്, വേറെ ഇതിനെ കൊണ്ട് മറ്റ് വലിയ തരത്തിലുള്ള ഒന്നുമില്ല. പിന്നെ കടിക്കുമ്പോൾ കിട്ടുകയും ചെയ്യും, അല്ല ബിരിയാണി കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുകയും ചെയ്യും. ആയിട്ടുണ്ട്. ഇത് അടച്ചു വെച്ച് ഉപയോഗിക്കണോ? കുറച്ച് സമയം ചെറിയൊരു ചൂടിൽ കുറച്ച് അത് എങ്ങനെയാണ്ട് വെച്ചിട്ട് കുറച്ച് നേരം ചെറിയ ചൂടിൽ അങ്ങ് വെന്തോളും. അപ്പോൾ അത് ആയിട്ടുണ്ട്. നമ്മൾ പൊട്ടിക്കാം. നമുക്ക് പൊട്ടിക്കൽ നമ്മുടെ മട്ടൻ ബിരിയാണി പൊട്ടിക്കാം. ഇതേപോലെ തന്നെ അതിന് ദമ്മ് വയ്ക്കാൻ പോവാണ്. എന്തായാലും ദമ്മ് വെച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞ് കാണിച്ചു തന്നു. ഇനിയിപ്പോൾ നമ്മൾ ദമ്മ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. നമ്മുടെ മട്ടൻ ബിരിയാണി എടുത്തു. അതിന് റൈസ് കുറച്ചങ്ങ് മാറ്റണം അല്ലേ? റൈസ് മാറ്റണം. ഏറ്റവും അടിയിലാണ് നമ്മൾ ദമ്മിടുന്നതെന്ന് വെച്ചാൽ ഏറ്റവും അടിയിലാണ് ഇതിൻ്റെ മീറ്റ് മസാല ഏറ്റവും അടിയിലുണ്ടാവുക. പിന്നെ കംപ്ലീറ്റ് റൈസ് ലെയറായിട്ട് അതിൻ്റെ റൈസ് മേലെ ഉണ്ടാവും. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ള റൈസ് ഉണ്ടല്ലോ മേലെ, ഞാൻ പറഞ്ഞല്ലോ റഫ് റൈസ്, ആ റൈസാണ് ഏറ്റവും അടിയിലുള്ള ഈ റൈസ് അല്ലേ? അത് കറക്റ്റ് ബോയിലായിട്ടുണ്ട്. നേരത്തെ ആദ്യം കഴിച്ച ആ ഒരു ഇതിൽ പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. ഓഹോ, ഇതാണ് ഇപ്പോൾ നമ്മുടെ ഒരു ഇതിൻ്റെ കളറും പോർഷൻ ഇതല്ല. നമ്മളിപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി. ഇതിപ്പോ ഇങ്ങനെ കൈക്ക് തിന്ന സ്ഥിതിക്ക് ഞാനിപ്പോ അവിടെ പോയിരുന്ന് വെറുതെ അറുപടാക്കണില്ല, ഇവിടുന്ന് കഴിച്ചാൽ പോരെ? ഇവിടെ തന്നെ നോക്കാം. അയ്യോ, ഇത് കണ്ടിട്ടാണെങ്കിൽ കൈ ഇടാൻ തോന്നുന്നുണ്ട്, ചൂടെടുത്തിട്ടാണെങ്കിൽ ഇടാനും പറ്റാത്തൊരവസ്ഥയാണ്. ചിക്കൻ ഇത്തിരി ഇടുന്നുണ്ട്. ചൂടുണ്ട്, നേരത്തെ മാറി തന്നെ അവസ്ഥയിലേക്ക് വരണ്ട. നല്ല ചിക്കൻ മൊത്തം ആ ഗ്രേവിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്, ശരിക്കും ഇറങ്ങിയിട്ടുണ്ട്. ആ ടേസ്റ്റ് മൊത്തം ചാറിൽ ഗ്രേവിയിൽ കിട്ടുന്നുണ്ട്. ഒരു തിക്ക് ഗ്രേവിയാണ്, ലൈറ്റ് ഗ്രേവി അത് കിട്ടുന്നുണ്ട്. മറ്റേ ഉള്ളിയുടെ കിട്ടരുത്, ഉള്ളിയിലേ അതിൻ്റെ അത് മൊത്തം ഇറങ്ങിയിട്ടുണ്ട്. അതറിഞ്ഞാൽ അതാണ് നമ്മൾ ആ ചൂടിൽ തന്നെ അത് കൊടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇറങ്ങും, താഴോട്ട് ഇറങ്ങും. നമ്മളെ പച്ചമുളകിൻ്റെ എരിവ്. അപ്പോൾ ട്രാൻഡത്ത് നല്ല ബിരിയാണിയാണ്. താങ്ക് യു. ഞാനത് തലശ്ശേരി ബിരിയാണി ഇവിടെയും കിട്ടും. ഇത്ര ചൂണ്ടായിട്ട് ഞാൻ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നല്ല ബിരിയാണിയാണ്. ഇങ്ങോട്ട് വന്നാൽ നല്ല തലശ്ശേരി മട്ടൻ ബിരിയാണി കിട്ടും, കോഴി ബിരിയാണി കിട്ടും, മിക്ക ബിരിയാണി ഉണ്ട് ഇവിടെ. ഫാമിലിയായിട്ടും വരാം, എല്ലാവരും വരാം, ഫ്രണ്ട്സായിട്ടും വരാം, എല്ലാവരും വന്ന് കഴിക്കാം. ടേക്ക് അവേ ഉണ്ട്, എല്ലാം ഉണ്ട്. പനവിള ജംഗ്ഷനിലാണ് നമ്മുടെ കട. മുജീബൊക്കെ ഉണ്ടാവും. കഴിച്ചോളൂ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ. താങ്ക്സ്. ഓക്കെ, താങ്ക് യു.